Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജീവിത നവീകരണത്തിൻ്റെ കാലഘട്ടമായ ഈ വലിയ നോമ്പ് കാലത്ത് ഈശോ തൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ജീവിതശൈലി എന്താണ്, പുതിയ നിയമ ധാർമ്മികതയുടെ സ്വഭാവം എന്താണ് എന്ന് വ്യക്തമാക്കുന്ന ഗിരിപ്രഭാഷണത്തിൽ നിന്നുള്ള വ്യത്യസ്ത ഭാഗങ്ങളാണല്ലോ ഈ ഞായറാഴ്ചകളിൽ നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച 6-ാം പ്രമാണത്തിൻ്റെ ആന്തരികമായ അർത്ഥം വ്യക്തമാക്കിയ ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയോട് എപ്രകാരമാണ് അവിടുന്ന് നീതിയോടെയും കരുണയോടെയും വർത്തിക്കുന്നത് എന്ന് തെളിയിക്കുന്ന രംഗമാണ് യോഹന്നാൻ അറിയിച്ച സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത മറ്റ് 3 സുവിശേഷങ്ങളിൽ നിന്നും സമാന്തര സുവിശേഷങ്ങളായ മത്തായിയുടെയും മർക്കോസിൻ്റെയും ലൂക്കായുടെയും സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദീർഘമായ സംഭവ വിവരണങ്ങൾ അല്ലെങ്കിൽ ദീർഘമായ പ്രഭാഷണങ്ങളാണ് യോഹന്നാനിലുള്ളതെന്നുള്ളതാണ്. ആദ്യത്തെ 3 സുവിശേഷങ്ങളിൽ ഓരോ അധ്യായത്തിലും 5-6 സംഭവങ്ങൾ ഈശോയുടെ ജീവിതത്തിൽ നടന്നത് സുവിശേഷകൻ രേഖപ്പെടുത്തുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മിക്ക അധ്യായങ്ങളിലും ഒരു സംഭവം മാത്രമേ, ഒരു രംഗം മാത്രമേ വിവരിക്കപ്പെടുന്നുള്ളൂ. ഉദാഹരണത്തിന് 3-ാം അധ്യായത്തിൽ നിക്കോദേമോസുമായുള്ള സംഭാഷണമാണ്. 4-ാം അധ്യായത്തിൽ സമറിയാക്കാരിയുമായുള്ള ഈശോയുടെ സംഭാഷണമാണ്. 6-ാം അധ്യായത്തിൽ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ദീർഘമായ പ്രഭാഷണമാണ്. 7 മുതൽ 10-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം വരെ വിവരിക്കുന്നത് യഹൂദരുടെ തിരുനാളുകളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്ന കൂടാര തിരുനാളിൽ, സുക്കോത്ത് എന്നറിയപ്പെട്ടിരുന്ന കൂടാര തിരുനാളിൻ്റെ പശ്ചാത്തലത്തിൽ നടന്ന ഈശോയുടെ ജീവിതത്തിലെ 2 സംഭവങ്ങളാണ്. യഥാർത്ഥത്തിൽ ഈശോയുടെ ദൈവത്വം, ആ മനുഷ്യത്വം വ്യക്തമാക്കുന്ന 2 ഭാവനകൾ, വെളിപ്പെടുത്തലുകളാണ് ഈ 7 മുതൽ 7ൻ്റെ ആരംഭം മുതൽ 10-ാം അധ്യായം 21 വരെയുള്ള ഭാഗങ്ങളിൽ വിവരിക്കപ്പെടുന്നത്. ഈ 2 സംഭവങ്ങളും ഈ 2 വെളിപ്പെടുത്തലുകളും വിവരിക്കപ്പെടുന്നത് കൂടാര തിരുനാളിൻ്റെ പശ്ചാത്തലത്തിലാണ്. അത്രയും ദീർഘമായ വിവരണങ്ങൾ ആണ് പലപ്പോഴും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എല്ലാ അധ്യായങ്ങളിലും നമ്മൾ കാണുന്നത്. 7 അധ്യായം 1 മുതൽ 10-ാം അധ്യായം 21 വരെയുള്ള കൂടാര തിരുനാളിൻ്റെ ഈ പശ്ചാത്തലത്തിൽ യഹൂദരുടെ കൂടാര തിരുനാൾ ആചരണത്തിൻ്റെ 2 കർമ്മങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഈശോയുടെ പ്രസ്താവനകൾ, വെളിപ്പെടുത്തലുകൾ. യഹൂദരുടെ കൂടാര തിരുനാളിൽ ദേവാലയത്തിൻ്റെ സമീപത്തുള്ള സീലോവാ കുളത്തിൽ നിന്ന് പുരോഹിതന്മാർ ഈ 7 ദിവസങ്ങളിൽ, തിരുനാളിൻ്റെ ദിവസങ്ങളിലെല്ലാം ആഘോഷമായി പ്രദക്ഷിണമായി വെള്ളം കൊണ്ടുവന്ന് ദേവാലയത്തിലെ ബലിപീഠത്തിൽ ഒഴിക്കുന്ന കർമ്മമുണ്ടായിരുന്നു. അത് മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയോടൊപ്പം തന്നെ ആത്മീയമായ നവീകരണത്തിൻ്റെ, ഒരു സ്പിരിച്വൽ റിഫ്രഷ്മെൻറ്റിൻ്റെ ഒരു അടയാളമായിട്ട് കൂടി ഈ ഒരു കർമ്മം അവർ നടത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 37 മുതലുള്ള വാക്യങ്ങൾ ഈശോ പറയുന്നത്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ പക്കൽ വന്ന് കുടിക്കട്ടെ, അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഈ ബലിപീഠത്തിൽ നിന്ന് ജലം ഒഴുകുന്നത് പോലെ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുമെന്ന്. ഈ ജീവജലത്തിൻ്റെ അരുവി സൂചിപ്പിക്കുന്നത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിടുന്ന റൂഹാദ് കുരിശായെക്കുറിച്ചാണ് എന്ന് യോഹന്നാൻ അവിടെ വ്യാഖ്യാനം നൽകുന്നുമുണ്ട്. ആ 7-ാം അധ്യായം കഴിഞ്ഞിട്ട് 8-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്ന ഈശോ ലോകത്തിന് പ്രകാശമാണ് എന്നുള്ള പ്രഖ്യാപനം, ആ വെളിപ്പെടുത്തൽ ഈ കൂടാര തിരുനാളിൻ്റെ മറ്റൊരു കർമ്മവുമായിട്ട്, ആചാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഈ കൂടാര തിരുനാളിൽ ജെറൂസലം പട്ടണം മുഴുവനെയും പ്രകാശിപ്പിക്കുന്ന തരത്തിൽ ദേവാലയത്തിൻ്റെ സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടായിരുന്ന ആ ഒരു മണ്ഡലത്തിൽ വലിയ ദീപങ്ങൾ, മെനോറകൾ, എണ്ണ ദീപങ്ങൾ, വലിയ പന്തങ്ങൾ ഉയർത്തിയിരുന്നു. ദേവാലയ പരിസരത്തെ മാത്രമല്ല പട്ടണം മുഴുവനെയും പ്രകാശിപ്പിക്കുന്ന രീതിയിൽ. ഈ പ്രകാശിപ്പിക്കുന്ന പ്രകാശ ഗോപുരങ്ങളുടെ പശ്ചാത്തലത്തിലാണ്, ആ ദീപസ്തംഭങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈശോ പറയുന്നത്, ഈ ദീപങ്ങൾ ഓർസലമിനെ പ്രകാശിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ ലോകത്തിൻ്റെ മുഴുവനും പ്രകാശമാണ്, ലോകത്തെ മുഴുവനും പ്രകാശിപ്പിക്കുന്ന നീതിസൂര്യനാണ് താൻ എന്നുള്ളത് ഈശോ പ്രഖ്യാപിക്കുകയാണ്.
ഈശോ നീതിസൂര്യനാണ്, ലോകത്തെ പ്രകാശിപ്പിക്കുന്നവനാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് തുടർന്ന് 9-ാം അധ്യായത്തിൽ വിവരിക്കുന്ന ജന്മന അന്ധനായ കാഴ്ച നൽകുന്നതും. അതിനെ തുടർന്നുള്ള വിവരണം അത് 10-ാം അധ്യായം 21-ാം വാക്യം വരെ അത് തുടരുന്നത് നമ്മൾ കാണുന്നുണ്ട്. മലാക്കിയുടെ പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, വരാനിരിക്കുന്നവൻ നീതിസൂര്യനാണ്, അവൻ ആണ് പ്രകാശം നൽകുന്നത്, അവൻ്റെ പ്രകാശത്തിലേക്കാണ് എല്ലാവരും വരേണ്ടത് എന്ന് മലാക്കി പ്രവാചകൻ സൂചിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്രകാരം ലോകത്തിൻ്റെ പ്രകാശമായിട്ടും സകലർക്കും ജീവൻ നൽകുന്ന, പുതുജീവൻ നൽകുന്ന, അരൂപിയെ നൽകുന്നവനായും വരുന്ന മിശിഹായെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ അധ്യായങ്ങളുടെ മധ്യഭാഗത്തായിട്ട് 8-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലാണ് ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ പാപിനിയായ സ്ത്രീയെ ഈശോയുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോഴുള്ള ആ സംഭവം. 7-ാം അധ്യായത്തിലെ ദേവാലയത്തിലെ കർമ്മങ്ങൾക്ക് ശേഷം ഈശോ ഒലിവ് മലയിലേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് 8-ാം അധ്യായം ആരംഭിക്കുന്നത്. ഈ ഒലിവ് മലയെക്കുറിച്ച് 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ദൈവശാസ്ത്രജ്ഞനായ സഭാ പിതാവായിട്ടുള്ള വെനറബിൾ ബീഡ്, അദ്ദേഹം ഇതേക്കുറിച്ച് പറയുന്നത് ഒലിവ് മലയും കരുണയെ സൂചിപ്പിക്കുന്ന ഗ്രീക്ക് പദമായ എലയോസും തമ്മിൽ ബന്ധമുണ്ട്. അത് കരുണയുടെ മിശിഹ കരുണയാണ്, ദൈവത്തിൻ്റെ കരുണയാണ് മിശിഹ എന്നുള്ള ആ സത്യം അത് അനുസ്മരിപ്പിക്കുന്നതാണ് ഒലിവ് മലയിലേക്കുള്ള ഈശോയുടെ ആ പോക്ക് എന്നാണ് ബീഡ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒലിവ് മലയിൽ ആയിരുന്നു ഈശോ ഓർസലമിൽ എത്തിയിരുന്നപ്പോൾ ദേവാലയത്തിലെ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ശേഷം പിതാവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം പുലർത്തുന്നതിന് വേണ്ടി രാത്രി സമയങ്ങളിലും മറ്റും അവിടുന്ന് ചിലവഴിച്ചിരുന്ന ഈ ഒലിവ് മലയിലായിരുന്നുവെന്ന് മറ്റു സുവിശേഷകന്മാരും രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ഒലിവ് മലയിലേക്ക് പോയതിനു ശേഷം പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഈശോ ഓർസലേം ദേവാലയത്തിലേക്ക് വരികയാണ്. അവിടുന്ന് ദേവാലയത്തിൽ വരുമ്പോൾ ജനക്കൂട്ടം മുഴുവനും അവിടുത്തെ പക്കൽ വരുന്നു. അവിടുന്ന് അവരെ ജനക്കൂട്ടത്തെ കാണുമ്പോൾ അവിടുന്ന് ഇരുന്നു കൊണ്ട് അവരെ പഠിപ്പിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. ഇതേക്കുറിച്ച് വീണ്ടും ബീഡ് പറയും, അവിടുന്ന് ഇരിക്കുന്നത് സൂചിപ്പിക്കുന്നത് അവിടുത്തെ മനുഷ്യാവതാരത്തെ തന്നെയാണ്. അത് കാരണം അവിടുന്ന് ഇരുന്ന് കഴിയുമ്പോൾ ചുറ്റും വന്നിരുന്നവർക്ക്, ഈശോയെ കാണാൻ വന്നിരുന്നവർക്ക്, കേൾക്കാൻ വന്നിരുന്നവർക്ക് അവിടുത്തെ സമീപത്തേക്ക് എത്തുന്നതിനും അവിടുത്തെ കേൾക്കുന്നതിനും എളുപ്പമായി തീർന്നു. അവിടുന്ന് കൂടുതൽ സമീപസ്ഥനായി. ആ മനുഷ്യാവതാരം തന്നെ മനുഷ്യരോടുകൂടിയാകുവാൻ വേണ്ടി അവിടുന്ന് വന്നതാണല്ലോ, അതിൻ്റെ മറ്റൊരു രൂപമായിരുന്നു അവിടുന്ന് ഇരുന്നത്. അതുകൊണ്ട് അവിടുത്തെ വചനം സ്വീകരിക്കുന്നതിന് ആൾക്കാർക്ക് എളുപ്പമായി തീർന്നുവെന്നാണ് ബീഡ് പറയുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഫരിസേയരും നിയമജരും കൂടി വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ ഈശോയുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. നീതിസൂര്യനായ ഈശോ നൽകിയിരുന്ന ആ പ്രകാശം, ലോകത്തിന് മുഴുവൻ നൽകിയിരുന്ന പ്രകാശം നൽകിയിരുന്ന ആ പ്രക്രിയയെ ഒന്ന് തടസ്സപ്പെടുത്തുവാൻ വേണ്ടി യഥാർത്ഥത്തിൽ അവർ കൊണ്ടുവരുന്നത്. മോശയുടെ നിയമം അനുസരിച്ച്, നിയമാവർത്തന പുസ്തകം 22-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ പറയുന്നതനുസരിച്ച് വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുന്നവർ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണം. അതായിരുന്നു മോശ നൽകിയിരുന്ന നിയമം. അതാണ് അപ്പോൾ അത് ആ നിയമത്തോട് ഈശോ എങ്ങനെ പ്രതികരിക്കും? ഇതാ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു, അവിടെ കല്ലെറിയുകയല്ലേ വേണ്ടതെന്ന് ചോദിക്കുകയാണ്. ഇതവിടെ അവർ ചോദിക്കുവാനുള്ള കാരണം ഈശോ പ്രഘോഷിച്ചിരുന്നത് കരുണയുടെ സുവിശേഷമായിരുന്നു, മനസ്സലിവിൻ്റെ, ക്ഷമയുടെ സുവിശേഷമായിരുന്നു. പാപികളെ അവിടുന്ന് സ്വീകരിക്കുകയും അവരോട് ക്ഷമിക്കുകയും ചെയ്തിരുന്നവനായിരുന്നു അവിടുന്ന്. അപ്പോൾ ഈ പാപിനിയോട് കർത്താവ് എപ്രകാരം പ്രതികരിക്കുമെന്ന് അറിയുവാൻ വേണ്ടിയിട്ട്, അത് ഏത് തരത്തിൽ പ്രതികരിച്ചാലും, കല്ലെറിയണമെന്ന് പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞ കരുണയുടെ സുവിശേഷം എവിടെ പോയി എന്ന് ചോദിക്കാം. കല്ലെറിയേണ്ട എന്ന് പറഞ്ഞ് ഇവിടെ സ്വതന്ത്രയായി വിട്ടാൽ, പാപം മോചിച്ചു വിട്ടാൽ മോശയുടെ നിയമത്തിനെതിരായി പ്രവർത്തിക്കുന്നു എന്ന് ആരോപിക്കുകയും ചെയ്യാം. അങ്ങനെ ഈശോയെ വാക്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിയമജരും ഫരിസേയരും ഈ പാപിനിയെ ഈശോയുടെ മുമ്പിൽ കൊണ്ട് നിർത്തുന്നത്. ഇവർ നിയമമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട്, മോശയുടെ നിയമം ഉദ്ധരിച്ചുകൊണ്ട് ഈശോയോട് പറഞ്ഞു, കല്ലെറിയണമെന്നാണ് കൽപ്പന, നീ എന്ത് പറയുന്നു എന്ന്. ഈശോ മറുപടി ഒന്നും പറയാതെ നിലത്ത് നോക്കി, നിലത്ത് കുനിഞ്ഞ് തൻ്റെ വിരൽ കൊണ്ട് എഴുതി എന്നാണ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് സഭാപിതാവായ ജെറോം പറയുന്നത്, ഈശോ എഴുതിയത് ഈ കൊണ്ടുവന്ന് നിർത്തിയവരുടെ പാപങ്ങളാണ് നിലത്തെഴുതിയത് എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ജെറോം തന്നെ ജെറമിയയുടെ പ്രവചനം 17-ാം അധ്യായം 13-ാം വാക്യം ഉദ്ധരിക്കുന്നുമുണ്ട് സഭാപിതാവായ ജെറോം. ജെറമിയയുടെ പുസ്തകം, ജെറമിയ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: അങ്ങയെ ഉപേക്ഷിക്കുന്നവരെല്ലാം ലജ്ജിക്കും, അങ്ങിൽ നിന്ന് പിന്തിരിയുന്നവരും
അവരുടെ പേരുകൾ എഴുതപ്പെടുന്നത് പൂഴിയിലായിരിക്കും. കാരണം ജീവജലത്തിൻ്റെ ഉറവിടമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു. അപ്പോൾ ജീവജലത്തിൻ്റെ ഉറവിടമായ, അതാണല്ലോ കൂടാര തിരുനാളിലെ 7-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങൾ അവിടുന്ന് വ്യക്തമാക്കിയത്. ആ ജീവജലത്തിൻ്റെ ഉറവിടമായ മിശിഹായെ ഉപേക്ഷിച്ചവരുടെ പേരുകൾ എഴുതപ്പെടുന്നത്, അവിടെ നിന്നും പിന്തിരിയുന്നവരുടെ പേരുകൾ എഴുതപ്പെടുന്നത് പൂഴിയിലായിരിക്കും എന്ന് ജെറമിയ പറഞ്ഞതിൻ്റെ പൂർത്തീകരണമാണ് ഇവിടെ കർത്താവ് കുനിഞ്ഞ് നിലത്തെഴുതിക്കൊണ്ടിരുന്നത് എന്ന് ജെറോം പറയും. ആഗസ്തിനോസ് പിതാവ് ഈ കർത്താവ് നിലത്തെഴുതിയതിനെക്കുറിച്ച് പറയുന്നത്, അവരുടെ പേരുകൾ സ്വർഗത്തിലല്ല എഴുതപ്പെടുന്നത്. സ്വർഗത്തിൽ പേരെഴുതപ്പെടുന്നത് ഈശോയിൽ വിശ്വസിക്കുന്ന ശിഷ്യന്മാരുടേതാണ് എന്നുള്ളത് മറ്റ് സുവിശേഷങ്ങളിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അപ്രകാരം ഇവരുടെ പേരുകൾ എഴുതപ്പെടുന്നത് സ്വർഗത്തിലല്ല, ഇവരുടെ പേരുകൾ എഴുതപ്പെടുന്നത് പൂഴിയിലാണ് എന്ന് വ്യക്തമാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവരുടെ മനോഭാവത്തെ ഈശോ വ്യക്തമാക്കുകയായിരുന്നു, സൂചിപ്പിക്കുകയായിരുന്നു എന്നാണ് ആഗസ്തിനോസ് പറയുന്നത്. നിലത്തെഴുതുന്നതിനെക്കുറിച്ച് വീണ്ടും സഭാപിതാവ് ആഗസ്തിനോസ് പറയും, നിയമം ഇനിമേൽ എഴുതപ്പെടുന്നത് കൽപ്പലകളിലല്ല. പഴയ നിയമത്തിൽ സീനാ ഉടമ്പടിയുടെ വ്യവസ്ഥയിൽ എഴുതപ്പെട്ടത് കൽപ്പലകളിലായിരുന്നു, നമുക്കറിയാം. 2 കൽപ്പലകളിലായിരുന്നല്ലോ. എന്നാൽ ഇനി എഴുതപ്പെടുന്നത് കൽപ്പലകളിലല്ല, ഫലം പുറപ്പെടുവിക്കുന്ന മണ്ണിലാണ്. മണ്ണിൽ ഒരു വിത്ത് വീണാൽ അത് ജലം സ്വീകരിച്ച് സൂര്യപ്രകാശം സ്വീകരിച്ച് അത് പൊട്ടിമുളയ്ക്കുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും. കല്ലിന് സാധിക്കാത്തത് കൊണ്ട് അത് സാധിക്കുകയില്ല. അതുപോലെ മണ്ണിൽ നിന്നെടുത്ത മനുഷ്യ ഹൃദയങ്ങളിലാണ് ഇനി പുതിയ നിയമം എഴുതപ്പെടാൻ പോകുന്നത്. ജെറമിയ പ്രവാചകൻ തന്നെ 31-ാം അധ്യായം 33 മുതലുള്ള വാക്യങ്ങളിൽ മിശിഹായിൽ നിറവേറപ്പെടാൻ പോകുന്ന പുതിയ ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. പാപങ്ങൾ ക്ഷമിക്കുന്ന ആ പുതിയ ഉടമ്പടിയിൽ സംഭവിക്കാൻ പോകുന്നത്, പഴയ പ്രമാണങ്ങൾ കൽപ്പലകളിൽ എഴുതപ്പെട്ടെങ്കിൽ പുതിയ പ്രമാണങ്ങൾ എഴുതുന്നത് മനുഷ്യ ഹൃദയങ്ങളിലായിരിക്കുമെന്ന് ജെറമിയ 31-ാം അധ്യായം 33 മുതലുള്ള വാക്യങ്ങൾ പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്, ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, ഞാനത് അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. അപ്പോൾ കൈവിരലുകൾ കൊണ്ട് ഈശോ നിലത്തെഴുതിയെന്നാണ് സുവിശേഷൻ പറയുന്നത്. മിശിഹായുടെ ഈ കൈവിരൽ അത് സൂചിപ്പിക്കുന്നത് റൂഹാദ് കുരിശായെ തന്നെയാണ്, പരിശുദ്ധാരൂപിയെയാണ് എന്നും ആഗസ്തിനോസ് പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അന്ന് നിലത്ത് എഴുതുന്നു, പണ്ട് കാലത്ത് കല്ലിന്മേലാണ് എഴുതിയതെങ്കിൽ ഇന്ന് നിലത്ത് എഴുതുന്നു. ഇന്ന് എഴുതുന്നത് തൻ്റെ അരൂപിയാലാണ്, റൂഹായാലാണ്. അത് എഴുതുന്നത് ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ വർഷിക്കപ്പെടുന്ന കൃപയെക്കുറിച്ചാണ് അവിടുന്ന് സൂചിപ്പിക്കുന്നത് എന്നും ആഗസ്തിനോസ് പിതാവ് ഈ നിലത്തെഴുതുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ ഈശോയുടെ മുൻപിൽ പാവനിയെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. അവരാവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, നീ മറുപടി ഒന്നും പറയുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഈശോ നിവർന്ന് അവരോട് പറയുന്നുണ്ട്, മോശ പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യാം. മോശ പറഞ്ഞിരിക്കുന്നത് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളെ കല്ലെറിയണം എന്നാണല്ലോ. കല്ലെറിഞ്ഞ് തന്നെ നമുക്ക് കല്ലെറിയാം. പക്ഷേ ഒരു കാര്യമുണ്ട്, കല്ലെറിയുന്നത് പാപമില്ലാത്തവരാണ് കല്ലെറിയുന്നത്. പാപി ശിക്ഷിക്കപ്പെടട്ടെ, പക്ഷേ ശിക്ഷിക്കപ്പെടുന്നത് പാപികളാലാകരുത്. നിയമലംഘനം ശിക്ഷിക്കപ്പെടണം, പക്ഷേ നിയമലംഘകൻ അല്ലെങ്കിൽ ലംഘക ശിക്ഷിക്കപ്പെടുന്നത് നിയമലംഘകരാലാകരുത്. അതാണ് ഈശോ പറയുന്നതിൻ്റെ അർത്ഥം. നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് വീണ്ടും നിലത്തെഴുതുകയാണ്. അപ്പോൾ അവിടുന്ന് വീണ്ടും നിലത്തെഴുതുന്നത്, ഇനി ആരാണ് തൻ്റെ മുമ്പിൽ ഇവളെ കൊണ്ടുവന്നിരിക്കുന്ന പാപങ്ങളെക്കുറിച്ച് ഈശോയ്ക്ക് അറിവുണ്ടായിരുന്നു. അപ്പോൾ ആരാണ് കല്ല് താഴെയിട്ടിട്ട് പോകാൻ പോകുന്നത് എന്നുള്ളത് കാണാതിരിക്കുവാൻ വേണ്ടിയിട്ട്, അവർക്ക് സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടിയിട്ട്, പോകേണ്ടവർക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് നിലത്ത് കുനിഞ്ഞ് എഴുതിക്കൊണ്ടിരുന്നത് എന്നാണ് നമ്മൾ ആദ്യം കണ്ട വെനറബിൾ ബീഡ്, സഭാപിതാവായ ബീഡ് അതേക്കുറിച്ച് പറയുന്നത്. മഹാനായ ഗ്രിഗറി ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നത്, സ്വയം ആദ്യം വിധിക്കാത്തവന് മറ്റുള്ളവരെ വിധിക്കാനാവില്ല എന്നാണ്. അപ്പോൾ മറ്റുള്ളവരെ, ഈ സ്ത്രീയെ വിധിക്കാനായിട്ട് കൊണ്ടുവന്നവരോട് ഈ കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് വിധിക്കാം, പക്ഷേ വിധിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം വിധിക്കണം. അത് തന്നെയാണല്ലോ ഗിരിപ്രഭാഷണം 7-ാം അധ്യായത്തിലെ 2-ാം വാക്യത്തിൽ ഈശോ പറയുന്നു, നീ വിധിക്കുന്ന വിധി കൊണ്ട് തന്നെ നീ വിധിക്കപ്പെടും. അപ്പോൾ മറ്റുള്ളവരെ വിധിക്കരുത് എന്ന് പറയുന്ന അതിന് തുടർച്ചയായിട്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ വിധിക്കുന്ന വിധി കൊണ്ട് തന്നെ നിങ്ങളും വിധിക്കപ്പെടുമെന്ന്. അപ്പോൾ ഈ സ്ത്രീയെ വിധിക്കാം നിങ്ങൾക്ക്, പക്ഷേ ആ വിധി നിങ്ങളുടെ മേലും ആപ്ലിക്കബിൾ ആണ് എന്നാണ് ഈശോ പറയുന്നതിൻ്റെ അർത്ഥം. ഇപ്രകാരം ഈശോ തൊടുത്തുവിട്ട ആ അമ്പ്, ആ കരുണയുടെ, ആ നീതിയുടെ സ്വരം, അതാണ് ആഗസ്തിനോസ് പിതാവ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയാണ് കർത്താവ്
തൊടുത്തുവിട്ട ആ നീതിയുടെ സ്വരമാണ്. ആ തൊടുത്തുവിട്ട അമ്പ് അത് ഫരിസേയരുടെ ഹൃദയത്തെ സ്പർശിച്ചു, ഹൃദയത്തിലേക്ക് തുളച്ചു കയറി. അതുകൊണ്ട് അവർ അവരുടെ പാപങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവരായി ഓരോരുത്തരും, അവരിൽ മുതിർന്നവർ മുതൽ ചെറുപ്പക്കാർ വരെ കല്ല് പയ്യെ താഴെയിട്ടിട്ട് സ്ഥലം വിട്ടുവെന്നാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത്. അപ്പോൾ അവസാനം ഈശോയും, പാപമില്ലാത്ത ഈശോയും പാപിനിയായ സ്ത്രീ മാത്രം അവശേഷിക്കുന്നു. അപ്പോൾ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ എന്നാണല്ലോ ഈശോ പറഞ്ഞത്. അപ്പോൾ ഈ പാപിനിക്ക് ഉറപ്പായിരുന്നു പാപമില്ലാത്തവൻ ഒരു മാത്രമേ ഉള്ളൂ, അത് ഈശോയാണ്. അപ്പോൾ അതുകൊണ്ട് ഈശോ തന്നെ വിധിക്കും, കല്ലെറിയും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അവൾ നിൽക്കുന്നത്. അപ്പോൾ ഈശോ ചോദിക്കുകയാണ്, തലയുയർത്തി ചോദിക്കുകയാണ്, നിന്നെ ആരും വിധിച്ചില്ലേ? നിന്നെ ആരും കല്ലെറിഞ്ഞില്ലേ? ഇല്ല കർത്താവേ എന്ന് അവൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ കല്ലെറിയപ്പെടാൻ അർഹയാണ് താൻ, കല്ലെറിയപ്പെടേണ്ടവളാണ് താൻ എന്നുള്ള ആ ഒരു പാപബോധം അവൾ ഏറ്റു പറയുകയാണ് ചെയ്യുന്നത്. കുറ്റക്കാരിയാണ്, കല്ലെറിയപ്പെടേണ്ടവളാണ് എന്നുള്ള സത്യം അവൾ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ പാപം ഏറ്റുപറച്ചിലാണ് യഥാർത്ഥത്തിൽ അവളുടെ മാനസാന്തരത്തിൻ്റെ പ്രകാശനമായിരുന്നത്. അതായിരുന്നു അവളുടെ പാപമോചനത്തിന് അർഹയാക്കി തീർത്തത് എന്ന് ആഗസ്തിനോസ് പിതാവ് വീണ്ടും അതേക്കുറിച്ച് പറയുന്നുണ്ട്. പാപമില്ലാത്തവനായ ഈശോ തന്നെ വിധിക്കുമെന്നാണ് അവൾ കരുതിയതെങ്കിലും അവിടുന്ന് വിധിക്കുകയല്ല, മറിച്ച് കരുണയുടെ കരത്താൽ അവളെ പിടിച്ചുയർത്തുകയായിരുന്നു എന്നാണ് ആഗസ്തിനോസ് പിതാവ് പറയുന്നത്. അവൾ പാപം പറഞ്ഞപ്പോൾ, കർത്താവെ ആരും എന്നെ വിധിച്ചില്ല എന്ന് പറയുമ്പോൾ ഈശോയും അവളെ വിധിക്കുന്നില്ല. ഞാനും നിന്നെ വിധിക്കുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ അവിടുന്ന് വിധിക്കുന്നുണ്ട്, പാപത്തെ വിധിക്കുന്നുണ്ട്. അത് ആഗസ്തിനോസ് പിതാവ് പറയുന്നതാണ്. പാപത്തെ വിധിക്കുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് പറയുന്നത്, ഞാനും വിധിക്കുന്നില്ല, പക്ഷെ നീ പൊയ്ക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത്, മേലിൽ പാപം ചെയ്യരുത്. അപ്പോൾ എപ്രകാരമാണ് പാപത്തോട് അവിടുന്ന് സന്ധിയില്ലാതിരിക്കുന്നത്, അതേസമയം തന്നെ പാപിയെ സ്നേഹിക്കുന്നത്. അപ്പോൾ ഒരേ സമയം അവിടുന്ന് കരുണയുടെയും നീതിയുടെയും ദൈവമാണ്. നീതിയുടെ ഭാഗമായിട്ട് പാപത്തോട് സന്ധിയില്ല, പാപത്തിൻ്റെ ജീവിതത്തെ വിട്ടകലണം, ഇനി മേലിൽ പാപം ചെയ്യരുത് എന്നുള്ള കൽപ്പന തന്നെ അവിടെ നൽകുകയാണ്, താക്കീത് നൽകുകയാണ് അവളെ വിടുന്നത്. പക്ഷെ അവളുടെ ഭൂതകാല പാപങ്ങളെ ക്ഷമിക്കുവാനും ഒരു ജീവിത നവീകരണം വരുത്തുവാനും അവിടുന്ന് അവളെ ആഹ്വാനം ചെയ്യുകയാണ്. നിശ്ചയമായും അത് അവളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. ഇതേക്കുറിച്ചാണ് യോഹന്നാൻ തന്നെ ലേഖനത്തിൽ, 1-ാം ലേഖനം 1-ാം അധ്യായത്തിൽ 5 മുതലുള്ള വാക്യങ്ങളാണല്ലോ നമ്മൾ വായിക്കുന്നത്. അവിടെ യോഹന്നാൻ തന്നെ ഈ സംഭവം രേഖപ്പെടുത്തുന്നത് യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്, ദൈവം പ്രകാശമാണ്, ദൈവത്തിൽ അന്ധകാരം ഒട്ടുമില്ല. ദൈവം പ്രകാശമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന 8-ാം അധ്യായം 12-ാം വാക്യത്തിന് തൊട്ട് മുൻപുള്ള വാക്യങ്ങളിലാണല്ലോ ഏറ്റവും ചെറിയ വിവരണം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ സാധാരണ ദീർഘമായ പ്രഭാഷണങ്ങളും വിവരണങ്ങളുമാണെങ്കിൽ ഏറ്റവും ഹ്രസ്വമായ ഒരു വിവരണം, ഏറെ ഹൃദയസ്പർശിയായ ഒരു വിവരണമാണ് 8-ാം അധ്യായത്തിൻ്റെ 6-11 വാക്യങ്ങളിൽ. അപ്പോൾ ആ പ്രകാശമാണെന്ന് പ്രഖ്യാപിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണല്ലോ ഇത്. അപ്പോൾ പ്രകാശത്തിൽ അന്ധകാരം ഒട്ടുമില്ല, കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും, പ്രകാശത്തിലാണ്, പ്രകാശവുമായി കൂട്ടായ്മയുണ്ട്, പ്രകാശമായി മിശിഹായുമായി കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും, അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നമ്മൾ വ്യാജം പറയുന്നവരാണ്, നമ്മൾ സത്യത്തിൽ വ്യാപരിക്കുന്നില്ല എന്നാണ് യോഹന്നാൻ പറയുന്നത്. സത്യത്തിൽ വ്യാപരിക്കുന്നെങ്കിൽ, പ്രകാശത്തിൽ നമ്മൾ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യാജം പറയുന്നു എന്നാണ് യോഹന്നാൻ ശ്ലീഹ എഴുതുന്നത്. പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവിടുന്ന് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും, എല്ലാ അനീതിയിൽ നിന്നും നമ്മെ വിശുദ്ധീകരിക്കുകയും ചെയ്യും എന്നും യോഹന്നാൻ ലേഖനത്തിൽ എഴുതുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് ഈ ഞായറാഴ്ച. അപ്പോൾ മിശിഹ നമ്മെ ആഹ്വാനം ചെയ്യുന്നത്, ആ പാപിനിയായ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ സംഭവത്തിലൂടെ നമ്മെ അനുസ്മരിപ്പിക്കുന്നത്, നമ്മൾ എത്ര വലിയ പാപികളാണെങ്കിലും കർത്താവിൻ്റെ പക്കൽ അണയുമ്പോൾ, നമ്മുടെ പാപം ഏറ്റുപറയുമ്പോൾ അവിടുന്ന് ക്ഷമിക്കുവാൻ തയ്യാറാണ്. ഒന്ന് മാത്രമേ അവിടുന്ന് ആഗ്രഹിക്കൂ, നമ്മുടെ ജീവിത നവീകരണം. പഴയ ജീവിതത്തോട് വിട പറഞ്ഞ് പുതിയ ഒരു ജീവിതം ആരംഭിക്കുവാൻ ഈ സുവിശേഷ ഭാഗം, വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കും.